ഞാൻ 2024 സെപ്റ്റംബർ അവസാനത്തോടു കൂടി എൻ്റെ ജർമ്മൻ ക്ലാസ് അവസാനിച്ചു. അതിനുശേഷം ഞാൻ കുറേ എക്സാമുകൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ എനിക്ക് ആദ്യത്തെ ഒരു സെക്ഷൻ എക്സാമിൽ 4 മൊഡ്യൂളിൽ എനിക്ക് 2 മൊഡ്യൂൾ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ. ഞാൻ പിന്നെ ഓരോ മാസങ്ങളിലും എക്സാം എഴുതുകയായി. പക്ഷേ എനിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഞാൻ അതിനുശേഷം ഫെബ്രുവരി 14-ാം തീയതി കൊച്ചിയിൽ പോയി എക്സാം എഴുതി. അതിനുശേഷം എനിക്ക് മനസ്സിലൊരു ഉൾവിളി ഉണ്ടായിരുന്നു, കൃപാസന്ധി പോയി ഉടമ്പടി എടുക്കണമെന്ന്. നേരത്തെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇനി സാധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തില്ല. പക്ഷേ ഞാൻ ഫെബ്രുവരി 14-ാം തീയതി എക്സാമിന് ശേഷം ഞാൻ മാർച്ച് 11-ാം തീയതി വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഫെബ്രുവരി 14-ാം തീയതി കഴിഞ്ഞ എക്സാമിൻ്റെ ഡേറ്റും ഹാൾ ടിക്കറ്റും വെച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി ഒരു മാസം തികയുന്നതിന് മുന്നേ തന്നെ ഞാൻ 67 മാർക്ക് ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു. എനിക്ക് 68 മാർക്ക് നൽകി എന്നെ അമ്മ മാതാവ് ഒരു മൊഡ്യൂൾ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും എക്സാമുകൾ അപ്പിയർ ചെയ്യലായി. എനിക്ക് ഒരു വിഷയം കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു. അത് ഞാൻ മാർച്ച് 25-ാം തീയതി ബാംഗ്ലൂർ പോയി എക്സാം എഴുതി. ഞാൻ എക്സാമിന് പോയപ്പം കാശിരൂപവും തൈലവും ഉപ്പും ഉപയോഗിച്ചാണ് എക്സാമിന് പോയത്. ഉപ്പ് ഞാൻ കുറച്ച് പാസ്പോർട്ടിലും ബാക്കി കുറച്ച് ഉപ്പ് എൻ്റെ തലയിൽ ഞെട്ടാണ് ഞാൻ എക്സാമിന് അപ്പിയർ ചെയ്തത്. പാസ്പോർട്ടിൽ ഉപ്പ് പോയെങ്കിലോ എന്ന് ഞാൻ പേടിച്ച് എനിക്ക് ആദ്യം ഏറ്റവും കുറവ് കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് എൻ്റെ ഉള്ള 4 മൊഡ്യൂളിൽ 70 മാർക്ക് നൽകി എനിക്ക് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം എനിക്ക് പിന്നെ എക്സാം പാസ്സായ ശേഷം വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. വിസയ്ക്ക് ഡേറ്റ് കിട്ടുന്നേയില്ല. ഞാൻ മെയ് മാസം മുതൽ അപ്പിയർ ചെയ്യുന്നതാണ്, പക്ഷേ എനിക്ക് ലഭിക്കുന്നതേയില്ല. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, രാവിലെയും വൈകുന്നേരം വെച്ച് പ്രാർത്ഥിക്കും, ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കും. കാരണം ഞങ്ങൾക്ക് അടുത്ത ഇൻടേക്ക് ഒക്ടോബർ ഇൻടേക്കിലേക്ക് പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ആഗസ്റ്റ് 7-ാം തീയതി വിസയ്ക്ക് ഡേറ്റ് കിട്ടി. സെപ്റ്റംബർ 13-ഓട് കൂടി തന്നെ എനിക്ക് വിസ ലഭിക്കുകയും ഞാൻ അടുത്ത വെള്ളിയാഴ്ച കൊച്ചിയിൽ നിന്ന് പോവുകയാണ്, ജർമ്മനിയിലേക്ക് പോവുകയാണ്. എനിക്ക് അത്രയും നല്ലൊരു അനുഗ്രഹം നൽകി അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു.